ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാനും അമേസിങ് ഗ്ലോ കിട്ടാനും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നത്. അടിപൊളിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഓയിലി സ്കിൻകാർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോഴൊക്കെ യൂസ് ചെയ്യണം, ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇതുവരെയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ ഒരുപാട് സ്കിൻ കെയർ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ പാക്ക് വന്നിട്ട് പാക്കല്ല, നമ്മൾ യൂസ് ആക്കുന്നത് ഒരു നൈറ്റ് ക്രീമാണ്. ഇൻസ്റ്റൻ്റായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ തരാനും മോയ്സ്ചറൈസ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ് ഇത്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ നമുക്കിത് നൈറ്റ് ക്രീം ആയതുകൊണ്ട് രാത്രി മാത്രം യൂസ് ആക്കിയാൽ മതി. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതൊരു യെല്ലോ ടിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പകൽ സമയത്ത് യൂസ് ആക്കുന്നതിലും ബെറ്റർ നമ്മൾ രാത്രി യൂസ് ആക്കുന്നതാണ്. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആകാനും ബ്രൈറ്റ് ആകാനും എല്ലാത്തിനും സഹായിക്കും. സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നമുക്ക് ഏജിങ് ആവുന്നതൊന്നും ഒരിക്കലും റിവേഴ്സ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നമുക്കത് ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ നമ്മുടെ സ്കിൻ ആകെ മൊത്തം ഡല്ലായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഗ്ലോ, നമ്മുടെ നാച്ചുറലി ഉള്ള ഒരു ഗ്ലോ ഒക്കെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഉള്ളതിനേക്കാളും, ഇപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അലോവേര ജെല്ലാണ്. ഞാനിവിടെ ഈ ഒരു അലോവേര ജെല്ലാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ലുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ നീരെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഏതൊരു അലോവേര ജെല്ലും യൂസ് ആക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ വീട്ടിലുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. 1 വീക്ക് വരെ, ഒരാഴ്ച വരെ നമുക്കത് യൂസ് ആക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു 2 സ്പൂണോളം അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു മഞ്ഞളും യൂസ് ആക്കാം. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് അത് സെറ്റാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾക്കത് യൂസ് ആക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് വലുതായിട്ടൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനതിലൊരു പിഞ്ച് മാത്രം, നമ്മൾ ഉപ്പൊക്കെ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കത്തില്ലേ, അതുപോലെ വളരെ ചെറിയൊരു നുള്ളു മാത്രം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നതാണ്. കാര്യം മഞ്ഞളിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഹീലാക്കാനൊക്കെ നല്ലതാണ്. ഇനി എല്ലാ ദിവസവും ഈ ഒരു ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ആക്കണ്ട. ആഴ്ചയിലൊരു 3-4 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് യൂസ് ആക്കാം, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇത് ഒക്കെ സെറ്റാണെന്ന് ഉറപ്പ് വരുത്താം. മഞ്ഞൾ ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മഞ്ഞൾ ചേർക്കാൻ പറ്റില്ല, ഒട്ടും സെറ്റാവില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി പറയുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തും ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതോടൊപ്പം 2-3 ഡ്രോപ്പ്, ഈ ഒരു അളവിന് 2-3 ഡ്രോപ്പ് ഗ്ലിസറിൻ അല്ലെങ്കിൽ ഒരു വിറ്റമിനിയുടെ ക്യാപ്സ്യൂൾ കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു മോയ്സ്ചറൈസർ വന്നിട്ട് കുറച്ചും കൂടെ ലൈറ്റ് ആവും. അപ്പോൾ നമുക്ക് അത്രയും തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ വേണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഓയിലി സ്കിന്ന് ബേസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറായിട്ട് മാറും. ഈ 3 ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് പക്ക യൂസ് ചെയ്യാം, അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾ സെറ്റാവാത്തവരുണ്ടെങ്കിൽ അവർ മാത്രം അത് സ്കിപ്പ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ യൂസ് ആക്കുക. ഡ്രൈ സ്കിന്നുള്ളവരാണ്, കോമ്പിനേഷൻ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ഡ്രോപ്പ് ഗ്ലിസറിൻ അല്ലെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ ആൻഡ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഓയിലി സ്കിൻകാർക്കും ചേർത്ത് കൊടുക്കാം, ഗ്ലിസറിനൊക്കെ ചേർത്ത് കൊടുക്കാം. വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കണ്ട കേട്ടോ, അത് ഒട്ടും നല്ലതല്ല. നമുക്ക് നന്നായിട്ട് ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും ഉണ്ടാവും. മെയിനായിട്ട് നമ്മളത് ഫേസിൽ വെച്ചിട്ട് കുറേ നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നൈറ്റ് ക്രീം ആണല്ലോ, അതുകൊണ്ട് നമ്മൾ രാത്രി മുഴുവനും ഇത് ഫേസിൽ വെച്ചേക്കും, അപ്പോൾ നമുക്ക് സെറ്റാവില്ല. അതുകൊണ്ട് നിങ്ങൾ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരിക്കലും യൂസ് ആക്കരുത്. ഗ്ലിസറിൻ ഒരു 1 or 2 ഡ്രോപ്പ്
ഉറപ്പായും ചേർത്ത് കൊടുക്കാം. ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിലും സെറ്റാവും, ചിലർക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റാവുന്നുണ്ടെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ആദ്യം മുഖത്ത് നന്നായിട്ട് മുഖം ഫേസ് വാഷോ സോപ്പോ എന്താണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് കഴുകുക. മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ കയ്യിലെടുത്ത് ഒന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ എങ്ങനെയാണോ മുഖത്ത് ഫേസ് ക്രീം യൂസ് ആക്കുന്നത് അതുപോലെ നമുക്ക് യൂസ് ആക്കാം. വളരെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ജെൻറ്റിൽ ആണ്. ഒരു 20 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്നതാണ്. 15 വയസ്സ് 18 വയസ്സൊക്കെ ഞാൻ പറയാത്ത കാര്യം വേറെ ഒന്നുമല്ല. മഞ്ഞൾ മേ ബി നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് സെറ്റാവില്ല. റോസ് വാട്ടർ ആയാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അലോവേര ജെല്ല് മാത്രമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി. മോസ്റ്റ് പ്രോബബ്ലി അത് ചെറിയ കുട്ടികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര നൈറ്റ് ക്രീമൊന്നും അത്രയും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ആക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ്. അപ്പം അഫോർഡബിൾ ആയിട്ട് ഒരു നൈറ്റ് ക്രീം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കണം എന്നാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ആൻഡ് അടിപൊളി ഓപ്ഷനാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ ടിൻ്റ് ഉണ്ട്. അതുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തലയണയൊക്കെ ഉണ്ടല്ലോ, പില്ലോ, അതിൻ്റെ പുറത്തായിട്ട് പഴയൊരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ പഴയൊരു ടീഷർട്ടോ ഒക്കെ ഇട്ടിട്ട് കിടക്കുക. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഈ ഒരു മഞ്ഞ ടിൻ്റ് വന്നിട്ട് നമ്മുടെ പില്ലോയിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ മുഖം കഴുകിയാൽ മതി. രാവിലെ എണീറ്റിട്ട് ഒട്ടും സ്റ്റെയിൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് കഴുകിക്കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മഞ്ഞളിനനുസരിച്ചായിരിക്കും വ്യത്യാസം ഉണ്ടാകുന്നത്. കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാം. കാലിലൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് വാസലിൻ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ആക്കുക. അപ്പോൾ കുറേ കൂടെ മോയ്സ്ചറൈസിങ് ആയിരിക്കും. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. സൂപ്പർ അമേസിങ് ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് മോയ്സ്ചറൈസറാണ്. നൈറ്റ് ക്രീമാണ്. പകൽ നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നൈറ്റ് ക്രീം ഒന്ന് യൂസ് ആക്കിയത്. കാര്യം ഇതിൽ നമ്മൾ യെല്ലോ ടിൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് പകൽ യൂസ് ആക്കേണ്ട. നൈറ്റ് സൂപ്പർ റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബൾബ് പോലത്തെ മുഖക്കുരൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് പുതിയൊരു സംഭവം നമ്മുടെ ഫേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എന്നിരുന്നാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഫേസിലോട്ട് എന്തെങ്കിലും വെക്കാനായിട്ട്. സേഫ് ആണ് കേട്ടോ. അത് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പ്രോഡക്റ്റ് തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് യൂസ് ആക്കുന്നു, ബട്ട് സ്റ്റിൽ നമ്മുടെ സ്കിന്ന് നമുക്ക് എന്നും വിലപ്പെട്ടതാണ്. സോ നമ്മളൊരു പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം ഏതൊരു പുതിയ കാര്യമായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കഴുത്തിൻ്റെ താഴെയോ ചെവിയുടെ പുറകിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളിത് യൂസ് ആക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായി അത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സ്കിൻ അത്രയും നന്നായിട്ട് മോയ്സ്ചറൈസായി നറിഷായി നല്ല ഒട്ടുന്ന പോലെ ആയിട്ടുണ്ട്. അത് നല്ലൊരു ബാരിയറാണ് തരുന്നത്. അതുകൊണ്ട് ഇത് നൈറ്റ് ക്രീമായിട്ട് അമേസിങ് ഓപ്ഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.